ഹലോ എവരിവൺ, വെൽക്കം ടു ശ്രീലക്ഷ്മീസ് യൂട്യൂബ് ചാനൽ. HSSTക്ക് ശേഷം ഞാനത് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു കോഴ്സുമായി വന്നിരിക്കുകയാണ്. കേരള PSCയുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇംഗ്ലീഷ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും വരാം. ഇതിനു മുമ്പ് 2019 എക്സാം നടന്നിരുന്നത്. ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു, അന്ന് റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ റാങ്ക് ലിസ്റ്റ് ഗോട്ട് എക്സ്പയർഡ്. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് വീണ്ടും. സോ എങ്ങനെ നമുക്ക് ഈ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാമിനെ ഒന്ന് നോക്കി കാണാം. ഇഫ് നമ്മൾ വിചാരിക്കുന്ന ഇപ്രാവശ്യവും ഡിസ്ക്രിപ്റ്റീവ് തന്നെ ആയിരിക്കും, സിലബസിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, വിച്ച് ഇസ് ഏകദേശം HSSTയുടെ തന്നെ സിലബസാണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് ഉള്ളി ലിറ്ററേച്ചർ, വേറെ സബ്ജക്ട്സുകളൊന്നുമില്ല. സോ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ദിസ് എക്സാം എക്സാം ഇൻ്റർവ്യൂ, ഈ പ്രോസസ്സുകൾക്കെല്ലാം ശേഷം യു വിൽ ബി സെലക്റ്റഡ് ടു എ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ഓർ എനി PSC UPSC റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അക്കാഡമിക് പോസ്റ്റിലേക്കായിരിക്കും കിട്ടുക. അതാണ് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുന്നത്. സോ ഇറ്റ് ടെസ്റ്റ് നോട്ട് ഓൺലി യുവർ നോളജ്, പ്രത്യേകിച്ച് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ ഹൗ വെൽ യു പ്രസൻറ്റ് ദ നോളജ് യു ഹാവ് in an organic way, in a systematic way, academic way. So what examiners are expecting from you, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. You should understand this. First of all, examiners look for subject knowledge. തീർച്ചയായിട്ടും വേണം അല്ലേ, സബ്ജക്റ്റ് നോളജ് വേണം. ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ, പറയുന്ന കാര്യം വളരെ ക്ലിയർ ആയിരിക്കണം, വിത്തൗട്ട് എനി കൺഫ്യൂഷൻ, വിത്തൗട്ട് എനി വേഗ് words or sentences, and it should be academic writing style ആയിരിക്കണം. ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്, എങ്ങനെയാണ് ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഇൻട്രൊഡക്ഷൻ, ആ ഒരു ബോഡി പാർട്ട്, കൺക്ലൂഷൻ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ അനാലിസിസ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ പിന്നെ റെലവൻറ്റ് എക്സാമ്പിൾസ്, കൊട്ടേഷൻസ്, ഇതൊക്കെ, പിന്നെ പ്രോപ്പർ കൺക്ലൂഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി പ്രോപ്പർ പ്രാക്ടീസ്. ഇത് എഴുതി കറക്റ്റായിട്ട് അതൊരു പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷന് വളരെ മുമ്പേ തന്നെ നമ്മൾ ഇതിനുള്ളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ആക്ച്വലി ഈ ഒരു ലിസ്റ്റ് എക്സ്പയർ ആവുന്ന ഉടനെ തന്നെ അടുത്ത ലിസ്റ്റ് വരേണ്ടതാണ്. എക്സാംസൊക്കെ ഇതിന് മുന്നേ നടത്തി അടുത്ത ലിസ്റ്റ് ഇടേണ്ടതാണ്. പക്ഷേ ഓക്കെ, നമുക്ക് ഇനി എന്തായാലും ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ എ കാൻഡിഡേറ്റ് വിത്ത് ആവറേജ് നോളജ് ആണെങ്കിൽ പോലും ഈ ഒരു എക്സലൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ യു ക്യാൻ ഓഫ് കോഴ്സ് സ്കോർ ഹൈ, ഹയർ ദാൻ എ കാൻഡിഡേറ്റ് വിത്ത് എക്സ്റ്റെൻസീവ് നോളജ് ബട്ട് ഡോണ്ട് ഹാവ് എനി ഐഡിയ ഹൗ ടു പ്രസൻറ്റ് ഇറ്റ്. ഒരു പുവർ ഓർഗനൈസേഷനുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ബാഡ് ഫോർ യു. സോ എങ്ങനെയാണ് നമുക്കൊരു ഐഡിയൽ ആൻസർ സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ പറ്റുക? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ ഒരു 10 to 15% ആണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമായിട്ട് വരുന്നത്. യു ഹാവ് ടു ഡിഫൈൻ ദ ടോപ്പിക്, യു ഹാവ് ടു ഗിവ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആൻഡ് മെൻഷൻ ദ റൈറ്റർ അല്ലെങ്കിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ തിയറി, എന്തെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇഫ് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം. ആൻഡ് ഓൾവേസ് സ്റ്റേ ഫോക്കസ് ഓൺ യുവർ ആൻസർ, ഡോണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, മാറിപ്പോകരുത്. പിന്നെ ബോഡി പാർട്ടിലാണ് നമ്മുടെ 70 to 80% വരുന്നത്. സോ ഓർഗനൈസ് ഇൻ ടു പാരഗ്രാഫ്സ് വിത്ത് ഹെഡിങ്സ് wherever അല്ലെങ്കിൽ whenever possible. സോ ദർ ഷുഡ് ബി ഒരു മെയിൻ ആർഗ്യുമെൻ്റ് ഉണ്ടാകും, എക്സ്പ്ലനേഷൻ വേണം, എക്സാമ്പിൾസ്, ദെൻ ടെക്സ്ച്വലായിട്ടുള്ള റെഫറൻസസ് ഉണ്ടെങ്കിൽ അത് ഇഫ് യു ആർ ഏബിൾ ടു റീകോൾ ഇറ്റ് ഡ്യൂറിങ് ദ എക്സാം ടൈം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്രിട്ടിക്കലായിട്ടുള്ള ഒപ്പീനിയൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ കൺക്ലൂഷൻ പിന്നെ ലാസ്റ്റ് 10 to 15% ആണ്. അതായത് യു ഹാവ് ടു സമ്മറൈസ് എ കീ പോയിൻറ്റ്സ്, യു ഹാവ് ടു റീസ്റ്റേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടോപ്പിക്.
and end with a balanced academic remark. Always you keep in mind that മാർക്കിനനുസരിച്ചും കൂടി എഴുതാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ യൂസ് എ പീൽ മെത്തേഡ്. ഇനി പീൽ മെത്തേഡ് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, PEEL. പീൽ മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ പോയിൻ്റ്. P for point, അതായത് സ്റ്റേറ്റ് ദ ഐഡിയ. പിന്നെ അതിന് ശേഷം E for explain. You have to explain the point. And the next E stands for evidence. അതായത് പ്രൊവൈഡ് പ്രോപ്പർ എക്സാമ്പിൾസ്, കൊട്ടേഷൻസ് ഓർ റെഫറൻസസ്, ആ ഒരു എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് L means link. You have to connect it to the question. സോ ഫോർ ഒരു എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഡിസ്കസ് ദ മെറ്റഫിസിക്കൽ എലമെൻറ്റ്സ് ഇൻ ജോൺ ഡൺസ് പോയിട്രി എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, മെറ്റഫിസിക്കൽ എലമെൻറ്റ്സ് ഇൻ ജോൺ ഡൺസ് പോയിട്രി. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഒരു പോയിൻ്റ് എന്താണ്? ദാറ്റ് one important metaphysical feature in John Donne's poetry is the use of conceits. അല്ലേ? സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് എ കൺസീറ്റ് ഇസ്. എ കൺസീറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഡഡ് ആൻഡ് സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കമ്പാരിസണാണ്, കോൺട്രാസ്റ്റിംഗ് കമ്പാരിസണാണ്. അങ്ങനെ വരുമ്പോൾ യു ഹാവ് ടു ഗീവ് ദ എവിഡൻസ്. ഇൻ എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്, ലവേഴ്സ് ആർ കമ്പയർഡ് ടു ദ ടു ലെഗ്സ് ഓഫ് എ കോമ്പസ്. അപ്പോൾ ലിങ്ക് ചെയ്യുന്ന, സോ ദിസ് അൺയൂഷ്വൽ കമ്പാരിസൺ ഡെമോൺസ്ട്രേറ്റ്സ് ഡൺസ് ഇൻ്റലക്ച്വൽ അപ്രോച്ച് ടു ലവ്. സോ ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മളൊരു അക്കാഡമിക് സ്റ്റൈലിൽ എഴുതുമ്പോൾ, യു റൈറ്റ് ഇൻ ആൻ അക്കാഡമിക് സ്റ്റൈൽ ഇൻസ്റ്റെഡ് ഓഫ്, അതായത് ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡൺ ടോക്സ് അബൌട്ട് ലവ് ഇൻ എ ബ്യൂട്ടിഫുൾ വേ എന്നൊക്കെ പറയുന്നത്, ഇറ്റ് വിൽ ബി വെരി ക്ലീഷേ. യു ഷുഡ് നോട്ട് റൈറ്റ് ലൈക്ക് ദാറ്റ്. അക്കാഡമിക് രീതിയിൽ എഴുതുക. അതായത് ഡൺ പ്രസൻസ് ലവ് ആസ് എ സ്പിരിച്വൽ ആൻഡ് ഇൻ്റലക്ച്വൽ എക്സ്പീരിയൻസ് ത്രൂ ദ യൂസ് ഓഫ് മെറ്റഫിസിക്കൽ കൺസീറ്റ്സ്. അതുപോലെ തന്നെ ദ പോയം ഈസ് വെരി നൈസ് എന്നൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പറയില്ല, അതൊക്കെ പാടില്ല. The poem effectively explores the complexities of human emotion and spiritual devotion. These kind of words are necessary. Our explanation വളരെ important ആണ്. So use keywords frequently. That's the main thing. Keywords ഉപയോഗിക്കുക. So every subjectiനും ആ ഒരു സ്കോറിങ് കീവേഡ്സ് ഉണ്ടാകും. ഇപ്പോൾ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ കേസിൽ വരുമ്പോഴേക്കും there will be metaphysical conceit, paradox, irony, imagery, symbolism, romanticism, modernism, postmodernism, feminism, colonialism, hybridity, deconstruction. ഇനി ഫോർ ലാംഗ്വേജിൻ്റെ കേസ് വരുമ്പോൾ ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ്, പ്രഗ്മാറ്റിക്സ്, ഡിസ്കോഴ്സ് അനാലിസിസ്. സോ യൂസ് റെലവൻറ്റ് ടെർമിനോളജി ടു ഗെയിൻ മാർക്സ് കൂട്ടുകയുള്ളൂ. സോ ഇൻക്ലൂഡ് സ്കോളേഴ്സ് ആൻഡ് ക്രിറ്റിക്സ്. അതായത് മെൻഷൻ ദ ക്രിറ്റിക്സ് മേക്സ് ആൻസർ മോർ ഇഫക്റ്റീവ് ആക്കും, മോർ അക്കാഡമിക് ആക്കും. അതായത് സാമുവൽ ജോൺസൺ, T.S. Eliot, M.H. Abrams, Northrop Frye. സോ ഈവൻ ഒരു റെലവൻറ്റ് ക്രിട്ടിക്കൽ റെഫറൻസ് ആണെങ്കിലും ഇറ്റ് വിൽ സ്ട്രെങ്തൻ യുവർ ആൻസർ. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് യൂസ് ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ്. ഫോർ എക്സാമ്പിൾ, മെയിൻ ഹെഡിങ് ആയിട്ട് ഫീച്ചേഴ്സ് ഓഫ് മെറ്റഫിസിക്കൽ പോയിട്രി എഴുതിയാൽ അതിൻ്റെ താഴെ കൺസീറ്റ്സ്, വിറ്റ്, പാരഡോക്സ്, റിലീജിയസ് തീംസ് അങ്ങനെ എഴുതിയാൽ ഇറ്റ് ഇംപ്രൂവ്സ് ദ റീഡബിലിറ്റി. എക്സാമിനർക്ക് എളുപ്പമായിരിക്കും വായിച്ച് മനസ്സിലാക്കാനായിട്ട്. ദെൻ ദ നെക്സ്റ്റ് ഇസ് ടൈം മാനേജ്മെൻറ്റ്. അതായത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫോർ 15 മാർക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. സോ യു ഹാവ് ടു പ്ലാൻ ഫോർ 2 minutes. 2 minutes മാക്സിമം ആണ്. യു ക്യാൻ പ്ലാൻ ഫോർ 2 minutes ആൻഡ് റൈറ്റ്. ഒരു 10 to 12 minutes നിങ്ങൾക്ക് എഴുതാം. ആൻഡ് റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ 1 minute. ഇനി ഒരു 20 mark ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്ലാൻ ഫോർ 3 minutes ആൻഡ് റൈറ്റിംഗ് ഒരു 12 to 15 minutes ആൻഡ് റിവിഷൻ നീഡ്സ് 2 minutes. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദ മാർക്സ് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കും. നൗ നമുക്കൊരു ഒരു പ്രാക്ടീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻട്രൊഡക്ഷൻ ഫോർമുല ഞാൻ പറയുകയാണ്. അതായത് ഓഥറിനെ പറ്റി എഴുതുമ്പോൾ ഓഥർ, വർക്ക്, പീരീഡ്, ഏത് പീരീഡിൽ വരുന്നു, തീം എന്താണ്, ഫോക്കസ് ഓഫ് ദി ആൻസർ, ഇത്രയാണ്. സോ ജോൺ ഡൺ. ഓക്കെ,
John Donne, a prominent metaphysical poet of the 17th century, is renowned for his intellectual treatment of love and religion. His poetry employs wit, paradox, and elaborate conceits. This answer examines the major metaphysical elements in his poetry. സോ ഈ ഒരു രീതിയിൽ വേണം ഇൻട്രൊഡക്ഷൻ എഴുതി പോകാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു ബോഡി പാർട്ട് കൺക്ലൂഷൻ എല്ലാം. സോ ഹിയർ കംസ് എ ഗോൾഡൻ റൂൾ. ഓക്കെ, ഡെഫിനിഷൻ, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, ക്രിറ്റിസിസം, കൺക്ലൂഷൻ. Okay, so this 5-step pattern works for almost every descriptive question, whatever may be the marks. ഏത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, ബിക്കോസ് ഇറ്റ് ഈസ് വെൽ സ്ട്രക്ചേർഡ് ആണ്, ഹൈ സ്കോറിങ് ആൻസേഴ്സ് ആണ്. സോ first of all introduction, then definition or background, 3 to 5 well developed ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടായിരിക്കണം, examples and quotations, then critical opinion and conclusion. So this structure can be applied to poetry, drama, prose, literary theory, language topics, anything, culture studies. Okay, so for that you have to practice ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ വളരെ മുമ്പേ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇതിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് അല്ല, ഇനിയിപ്പോൾ മറിച്ച് ഒബ്ജക്റ്റീവ് ആണെന്നൊക്കെ പെട്ടെന്നൊരു അറിയില്ല. ഇതിനു മുമ്പ് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു, സിലബസിലും മാറ്റമൊന്നുമില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. സോ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടായാലും കുഴപ്പമില്ല, നമ്മൾ പഠിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ ഇത് വെച്ചിപ്പോൾ നിങ്ങൾ UPSC എക്സാം എഴുതുന്നുണ്ടെങ്കിലോ ഒക്കെ ഇറ്റ്സ് വെരി ഗുഡ്. സോ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിൽ നമുക്ക് എങ്ങനെ എക്സാമിനെ നോക്കി കാണാം എന്നുള്ളതാണ് ഈ കോഴ്സ്. സോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. എൻ്റെ ചാനലിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം.